നമ്മൾ ഈ ചർച്ചയിൽ ഉയർത്തിയതുപോലെ അനൂപ് യഥാർത്ഥത്തിൽ ഇനി പട നയിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീശനാണ്. ആ പട എന്ന് പറയുന്നത് അതെന്താണെന്ന് മനസ്സിലായല്ലോ. മുസ്ലിം ലീഗിന്റെ എല്ലാ തിട്ടൂരങ്ങൾക്കും വഴങ്ങുന്ന ആ കോൺഗ്രസിന്റെ പാളയത്തിൽ പട ഇതിനെയെല്ലാം അതിജീവിച്ച് പടവെട്ടി മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ 5 വർഷവും യഥാർത്ഥത്തിൽ സതീശനെ കാത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായി മന്ത്രിസഭയിൽ വരാൻ പോകുന്നത് ആരൊക്കെയാണ്? പി കെ കുഞ്ഞാലിക്കുട്ടി, പാറക്കൽ അബ്ദുള്ള, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ, ഈ വി എ ഗഫൂറിന്റെ പേര് 5ാമതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എ കെ എം അഷ്റഫ്. ഏതായാലും ഈ 4 പേരുടെ കാര്യം ഉറപ്പായി. ഈ കോൺഗ്രസിന്റെ മന്ത്രിമാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറച്ചുകൂടി ഉറച്ച ശബ്ദമുള്ള, ഉറച്ച നിലപാടുകൾ സഭയിൽ പറയുന്ന, കാർക്കശ്യമുള്ള നേതാക്കളാണ് ഇവരെല്ലാം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതൊക്കെ വലിയ അനുഭവ സമ്പത്തിന്റെ പുറത്ത് വരുന്നതാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ താരതമ്യേന ദുർബലരായ മന്ത്രിമാരാണ് വരുന്നത് എന്ന് പറയുന്ന ഒരു പൊതുബോധ്യം കൂടി രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ടാകും. സതീശന്റെ ഈ വരും ദിവസങ്ങൾ, അടുത്ത നാളുകൾ എങ്ങനെയായിരിക്കും? നീലിമാനത്തൊരു വിഷയം എന്ന് പറഞ്ഞാലേ, ഒരു യുദ്ധം കഴിഞ്ഞെങ്കിലും യുദ്ധം ശരിക്കും ജയിച്ചിട്ടില്ല പുള്ളി. ഇനി നടക്കാൻ പോകുന്നുള്ളൂ. ഇനി അംഗം ശരിക്കും ഇനി ഒരു യഥാർത്ഥ യുദ്ധം വരാൻ പോകുന്നുള്ളൂ. കാരണം വി ഡി സതീശൻ വളരെ കാർക്കശ്യമുള്ള നേതാവാണ്, കതറിട്ട പിണറായിയാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട നയിച്ച ആളാണ്. ഒക്കെ ശരിയാണ്. 5 വർഷം അവസാനത്തെ 2 വർഷം പ്രതിപക്ഷത്തെ മികവോടെ നയിച്ചു. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുന്നതും ഒരു സർക്കാരിനെ നയിക്കുന്നതും 2 വ്യത്യസ്തമായ സാഹചര്യമാണ്. ഇപ്പോൾ 11 വർഷം പാർട്ടി സെക്രട്ടറിയും 5 വർഷം പ്രതിപക്ഷമായിട്ടൊക്കെ തിളങ്ങിയ ആളാണ് വി എസ് അച്യുതാനന്ദൻ. കാരണം ഒരു സർക്കാർ, ഈ നയനാർ സർക്കാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ വി എസ് ആയിരുന്നു പാർട്ടി സെക്രട്ടറി 87-91. അപ്പോൾ അങ്ങനെ അനുഭവ സമ്പത്തുള്ള വി എസിന് പോലും 2 വർഷം, ആദ്യത്തെ 2 വർഷം എടുത്തു എന്താണ് സർക്കാരിൽ നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു ഭരണകൂടത്തെ മുന്നോട്ട് നയിക്കുന്നത് ഉള്ള ബുദ്ധിമുട്ട് വി എസിന് അത് കഴിഞ്ഞാണ് മനസ്സിലാവുന്നത്. എങ്ങനെ ഒരു നന്നായിട്ട് ഭരിക്കാൻ കഴിയും, ഉദ്യോഗസ്ഥരെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. വി എസ് ഒരു 2007 മൂന്നാറിലെ ഭൂമി കയറ്റോട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് വി എസ് പഠിക്കുന്നത്. സതീശന് വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ വെല്ലുവിളി സതീശൻ്റെ സീനിയറും ഗുരുവും അദ്ദേഹത്തിൻ്റെ മുൻഗാമിയൊക്കെയായ രമേശ് ചെന്നിത്തല എന്നായിരിക്കും. കാരണം രമേശ് ചെന്നിത്തല 4 വട്ടം എം പി ആയി കഴിഞ്ഞ്, 4 വട്ടം എം പിയും 1 തവണ മന്ത്രിയും 2 തവണ നിയമസഭയൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് സതീശൻ ആദ്യമായിട്ട് ഒരു നിയമസഭയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് 2001. കാരണം 82 40 വർഷം 82 മന്ത്രി, 44 വർഷം മുമ്പ് മന്ത്രിയാളാണ് ചെന്നിത്തല. 82 28ാമത്തെ വയസ്സ്, 28ാമത്തെ വയസ്സിലൊക്കെ മന്ത്രിയാളാണ്. സതീശൻ ആദ്യമായിട്ടും ഒരു ഒരു മന്ത്രിയാകാൻ പോകുന്നുള്ളൂ. അല്ല, അതിന് ഞാൻ പറയട്ടെ, സതീശനെ കരുണാകരനെ പോലെയുള്ള ഒരു മെന്ററില്ലായിരുന്നു. രമേശ് ചെന്നിത്തലയെ കരുണാകരനെ പോലെയുള്ള വളർത്താനുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. ഇതാണ് അതൊക്കെ മറ്റൊരു ഘടകം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരാൾ വെറുതെ ഇരിക്കൂ. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന വകുപ്പ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പാണ്, ആഭ്യന്തര വിജിലൻസുമാണ്. കാരണം ഇതിനു മുമ്പ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആഭ്യന്തര വിജിലൻസ് പറയുകയായിരുന്നു, കോടിയേരിടയിലായിരുന്നു. കാരണം സതീശന്റെ കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പോകുന്ന അവസ്ഥയാണ് ഇനിയുള്ളത്. കാരണം അപ്പുറത്ത് മറ്റേ സതീശന് വലിയ സപ്പോർട്ടായിട്ട് ലീഗിന്റെ ഭാഗത്താരാ, മന്ത്രി തലപ്പതിരിക്കുന്ന പാർലമെന്ററി പാർട്ടി ലീഡറാരാ, കുഞ്ഞാലിക്കുട്ടി. പിന്നെ സതീശന് വലിയ പിന്തുണ കിട്ടുന്ന എവിടെ നിന്നാണ് കിട്ടാൻ പോകുന്നത്? കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല തക്കം പാർത്തിരിക്കുന്ന ഒരു സെൻട്രൽ ഫോർവേഡിനൊപ്പമായിരിക്കും രമേശ് ചെന്നിത്തല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് മറക്കാൻ പറ്റത്തില്ല ഈ ഒരു വെട്ട്. കാരണം ഈ കെ സി വേണുഗോപാലിനെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ കെ സി വേണുഗോപാലിനെതിരെ ഭയങ്കര ജനരോഷം ഉണ്ടായിരുന്നു. കാരണം ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതപ്പം അയ്യോ അങ്ങേർക്ക് കിട്ടേണ്ടതായിരുന്നു പിന്നെ തോന്നി, ആൾക്കാർ തോന്നി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, രമേശ് ചെന്നിത്തലയുടെ പ്രായം അയാൾക്ക് ഇപ്പോൾ ഈ മെയ് 25-ാം തീയതി 70 വയസ്സൊക്കെ ആകുമ്പോൾ ഇനി ഒരു അവസരം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നില്ല. കാരണം ആ രമേശ് ചെന്നിത്തല വെറുതെ ഇരിക്കും എന്ന് തോന്നില്ല. പിന്നെ മറ്റ് മന്ത്രിമാരാകുന്നത് ആരൊക്കെ ആയിരിക്കും? ഇപ്പം പി സി വിഷ്ണുനാഥ്, എം ലിജു, ഇവരൊക്കെ താരതമ്യേന അനുഭവ സമ്പത്ത് കുറഞ്ഞ ആളുകൾ മാത്രമല്ല, കെ സി വേണുഗോപാലിൻ്റെ ആൾക്കാരുണ്ട്. പിന്നെയുള്ള തിരുവഞ്ചൂരിനെ സ്പീക്കറായിട്ട് ഒതുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ സതീശന് വരുന്ന 5 വർഷക്കാലം 5 വർഷം ഭരിച്ചില്ലെങ്കിൽ 5 വർഷം സർക്കാർ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ 5 വർഷം മുൻമുനയിൽ കൂടി വേണം സതീശന് പോകാൻ പറ്റുക. പിന്നെ ഈ ജനപ്രിയ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു, ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ടിക്കറ്റില്ല, സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ? കേരളത്തെ കടക്കണിയിലാക്കത്തില്ലേ? ഇപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു ഇത് വന്നതിനെ ഈ സ്ത്രീകളെ, എനിക്ക് തോന്നിയത് സ്ത്രീകളെ തന്നെ അപമാനിക്കുന്നത് തുല്യമാണ്. കാരണം ആളുകൾ എന്താ സ്ത്രീകൾ തന്നെ കുറച്ച് വിചാരിക്കും, കാരണം ഞങ്ങൾക്ക് പൈസയില്ല, ഞങ്ങൾ ഒരു താഴ്ത്തി കെട്ടുന്നുള്ളത് തോന്നും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഈ പെൻഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയാൽ മതി. അതിലേക്കാണ് വരേണ്ടത്.